എന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുകയാണ്. പെട്ടുപോയതാ. എന്ത് ചെയ്യണോന്നറിയില്ല, പെട്ടുപോയി. അയ്യോ. ഹായ് ഗായ്സ്, എല്ലാവർക്കും വിഷ്ണു രാജശ്രീ വ്ലോഗിലേക്ക്. ഹായ്. അപ്പൊ ഓക്കെ, ഇൻട്രൊഡ്യൂസ് ചെയ്ത് ചേട്ടനെ. എൻ്റെ പേര് വിഷ്ണു. എൻ്റെ വീട് പത്തനംതിട്ടയാണ്. അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത്. റിഗിലാണ് വർക്ക് ചെയ്യുന്നത്. അഡ്നോക്ക് എന്ന് പറയുന്ന കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. 9 വർഷമായിട്ട് അഡ്നോക്കിലാണ് വർക്ക് ചെയ്യുന്നത്. കാര്യങ്ങൾ പോകുന്നു. വേറെന്താ പറയുന്നത്? എന്താണ് താങ്കൾ ചാനൽ തുടങ്ങാനുള്ള ഒരു മോട്ടീവ്? ഞാനല്ല സത്യത്തിൽ ചാനൽ തുടങ്ങിയത്, ഇവളാണ് തുടങ്ങിയത്. ഇവളെങ്ങനെ തുടങ്ങിയത് എന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുകയാണ്. പെട്ടുപോയതാ. എന്ത് ചെയ്യണോന്നറിയില്ല, പെട്ടുപോയി. അയ്യോ. ഒരു സിനിമയുണ്ടല്ലോ, ആ ഒരു അവസ്ഥയാണ് എന്റെ. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുള്ള മറുപടി നമ്മൾ പരസ്പരം പറയും. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് സ്റ്റോറി പറയാം. എന്നാലേ നമ്മൾ എങ്ങനെയാ കണ്ടുമുട്ടിയത്? നമ്മൾ കണ്ടുമുട്ടിയത് മാട്രിമോണി വഴിയായിരുന്നു. ആക്ച്വലി മാട്രിമോണി വഴിയാണ്. എനിക്ക് എന്താണ് സത്യത്തിൽ ഇതിനെ ഇങ്ങനെ കിട്ടുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാനാണെങ്കിൽ അമ്മയും അനിയത്തിയും കൂടാണ്. എൻ്റെ ഫോണിൽ ക്യാമറ ഒന്നും ഇല്ലാത്തതുകൊണ്ട്, അല്ലെ ക്യാമറ ഇല്ലാത്ത ഫോണാണ്. കാരണം റിക്കി വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ക്യാമറ ഒന്നും അലൗഡ് അല്ല. ആ ഫോണാണ് യൂസ് ചെയ്യുന്നത്. അന്നേരം അമ്മയുടെ ഫോണിലാണ് ഈ മാട്രിമോണിയൊക്കെ ചെയ്തത്. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പെട്ടെന്ന് ഞാൻ എവിടെ പോകാനായിട്ടിരുന്നപ്പോൾ അമ്മയാണ് കാണിച്ചു തന്നത്. അമ്മയല്ല, അനിയത്തിയാണ് കാണിച്ചു തന്നത് പ്രൊഫൈല്. ഞാൻ പറഞ്ഞ റിക്വസ്റ്റ് അയക്കാൻ പറഞ്ഞു. അങ്ങനെ റിക്വസ്റ്റ് അയച്ചിട്ട് പിന്നെ അമ്മയാണ് അവരുടെ അച്ഛനുമായിട്ടും അമ്മയായിട്ടും ഒക്കെ സംസാരിച്ചത്. അന്നേരം ഒരു ദൂരത്തിന്റെ ഒരു ഇത് പറഞ്ഞായിരുന്നു. അന്നേരം ഇവർ അച്ഛൻ പറഞ്ഞു കൊന്നിയിലൊക്കെ വന്നിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവര് അമ്മയും അവരുടെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ട് എന്താണ് ഇവള് പറഞ്ഞ് എൻ്റെ അടുത്ത്, പയ്യൻ്റെ അടുത്ത് സംസാരിക്കണമെന്ന് പറഞ്ഞു. സത്യത്തിൽ ഞാൻ ആക്ച്വലി എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഞാനിവിടെ പോകാൻ നിന്ന സമയത്ത് അമ്മ പറഞ്ഞു ഇതേ കണക്ക് കുട്ടിക്ക് എന്തോ എൻ്റെ അടുത്ത് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ സത്യത്തിൽ വീട്ടിലെന്തോ വഴക്കൊക്കെ ആയിട്ട് ഇങ്ങനെ അമ്മയായിട്ടൊക്കെ ഇങ്ങനെ ദേഷ്യത്തിലേക്ക് ഇങ്ങനെ നിൽക്കുന്ന സമയമായിരുന്നു. അന്നേരം ഞാൻ സത്യത്തിൽ അന്ന് സംഭവിച്ചതെന്ന് വെച്ചാൽ അന്നേരം ഞാൻ പറഞ്ഞു അന്ന് അങ്ങ് വിളിക്ക്, ഇത് കഴിഞ്ഞിട്ട് അങ്ങ് പോകാന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ച് ഇവളാണ് എടുത്തത്. ഞാൻ സത്യത്തിൽ ഭയങ്കര ഹാർഡായിട്ടാണ് അന്ന് സംസാരിച്ചത്. ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ചു നിനക്കാന്നോ എൻ്റെ അടുത്ത് കാര്യം പറയണമെന്ന് പറഞ്ഞു. നിനക്കെന്നോട് സംസാരിക്കണോ? ഞാൻ അമ്മയോടുള്ള ആ ഒരു വഴക്കൊക്കെ ആയിട്ട് ഇങ്ങനെ നിക്കുവായിരുന്നു. ആ ഒരു ദേഷ്യത്തിന് പേടിച്ചു പോയി കേട്ടോ. ഞാൻ പേടിച്ചിട്ട് നിനക്കെന്റെ അടുത്ത് സംസാരിക്കണോ അങ്ങനെ ഞാൻ ചോദിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും. ഞാൻ പറഞ്ഞു ഇതാ എന്റെ വാട്സപ്പ് നമ്പർ, ഞാനിപ്പം കുറച്ച് തിരക്കിലാണ്, ഇതാ എന്റെ വാട്സപ്പ് നമ്പർ. ഇതിന്റെ കാരണം എന്റെ നമ്പർ ഇല്ല നിന്റെ അമ്മയുടെ ഫോണിൽ നിന്നാണ് വിളിച്ചത്. ശരിയാ, അനിയത്തിയോടാ എന്റെ നമ്പർ അയച്ചു കൊടുക്ക്. എന്നിട്ട് അവളോടാണെങ്കിൽ ഞാൻ കുറച്ച് കഴിയുമ്പോ എന്നെ വിളിക്കാൻ പറയാൻ പറഞ്ഞു. ഞാൻ പേടിച്ചിട്ട് ആ സമയത്ത് എന്നെ വിളിച്ചു ഗൈസ്. അത്രയ്ക്ക് ദേഷ്യമായിരുന്നു. അങ്ങനെ ഞാൻ എന്നിട്ട് ഹാർഡായിട്ടാണ് സംസാരിച്ചത്. ഞാൻ നിനക്ക് എന്തോ എൻ്റെ അടുത്ത് സംസാരിക്കണം, അങ്ങനെ രീതിയിലാണ് ഞങ്ങൾ ആദ്യം സംസാരിച്ചത്. പിന്നെന്താ പിന്നെ അങ്ങനെ നമ്മള് കോൺവെർസേഷൻ തുടങ്ങിയിട്ട് ഏതാണ്ട് എത്ര രണ്ടൊന്നല്ല ഒരു 1/4 മണിക്കൂർ ഞങ്ങൾ സംസാരിച്ചു. 1/4 മണിക്കൂർ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് ഓക്കെ എന്ന് തോന്നി. പിന്നെ ആദ്യമായിട്ടൊരു 1/2 മണിക്കൂർ സംസാരിക്കുന്നവരോട് നമുക്ക് എന്ത് തോന്നും? അങ്ങനെ ഓക്കെ എന്ന് തോന്നി. അത് കഴിഞ്ഞ് അല്ല ഞാൻ പറഞ്ഞു വൈകിട്ട് വിളിക്കാന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ചു, ഞങ്ങൾ സംസാരിച്ചപ്പം ഓക്കെ ഞാൻ പറഞ്ഞു വെറുതെ ഇങ്ങനെ സംസാരിച്ച് കൂടുതൽ അടുക്കണ്ട, ജസ്റ്റ് ഇപ്പൊ ഈ
ഫോണിൽ സംസാരിക്കുന്നതിന് പറയണേട്ടാ ഞാനാട്ടോ പറയണേട്ടാ ഞാനാണ് ഈ കടന്ന് വിളിച്ചു. അയ്യോ അല്ല ഞാൻ പറഞ്ഞത് നമ്മൾ വെറുതെ എന്തിനാണ് ഇങ്ങനെ വെറുതെ സംസാരിച്ച് ടൈം കളയണ്ട. ഇപ്പം ഫോട്ടോ കാണുന്നതിലോട്ടായിരിക്കത്തില്ല നേരിട്ട് കാണുമ്പോൾ, ജസ്റ്റ് നേരിട്ട് കണ്ടിട്ട് ഓക്കെ ആണെങ്കിൽ മുന്നോട്ട് സംസാരിക്കാം, അല്ലെങ്കിൽ ഇവിടെ വെച്ച് നിർത്താം. അങ്ങനെ ഞാനാണ് ഇനിഷ്യേറ്റീവ് എടുത്തത്. അങ്ങനെ ഇവരുടെ വീട്ടിൽ അമ്മയുടെ അടുത്തൊക്കെ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഇവരുടെ അച്ഛനും അമ്മയും ഒന്നും ഇതല്ലായിരുന്നു. ഞാൻ വേണ്ട, പറഞ്ഞു അതെന്തിനാ പെൺകുട്ടി ഇപ്പൊ രണ്ടുപേരും ആദ്യം ചുമ്മാ വായനും കാണുന്നത് എന്നൊക്കെ ഫാമിലിയിലൊക്കെ എന്തെങ്കിലും ഇഷ്യൂ വരുമോ, അല്ലെ ഇഷ്യൂ അല്ല അവിടെ എന്തെങ്കിലും സംസാരം വരുമോ എന്നൊക്കെയുള്ള രീതിയിൽ. പിന്നെ അങ്ങനെ എന്താണ് പിന്നെ അങ്ങ് അങ്ങനെ നമ്മള് എന്താണ് അങ്ങനെ കണ്ടു. ഇവിടെ ഒരു കൂട്ടുകാരിയുടെ വന്നു. ഞാൻ ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് പോയി. ഞാനും എന്റെ ഒരു ഫ്രണ്ടും കൂടെ എക്സാം ആയിട്ടായിരുന്നു. അപ്പം ഉച്ചക്ക് എക്സാം കഴിയും. അങ്ങനെ അവിടത്തെ അടുത്തുള്ള ഒരു കഫേയിൽ പോയി മീറ്റ് ചെയ്തു. കാര്യം പറഞ്ഞു. കുറച്ചു നേരം ഞങ്ങൾ സംസാരിച്ചു. ഓക്കെ ഇഷ്ടായി. സംസാരിച്ചിട്ട് ഇവിടെ സംസാരിച്ചില്ല. ഇവിടെ എന്റെ അടുത്ത് ചോദിച്ച് ഇവിടെ ഇഷ്ടായോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനെ ഇഷ്ടായില്ലെന്ന് പറഞ്ഞു. ഞാനും പറഞ്ഞു എന്താ പറഞ്ഞേ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ അടുത്ത് ചോദിച്ചു നിനക്ക് എന്നെ ഇഷ്ടായോ. ഇവിടെ പറഞ്ഞു എനിക്ക് താങ്കളെ ഇഷ്ടായില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാ ശരി, ടാറ്റ, ബൈ ബൈ. അങ്ങനെ ആ ഒരു മീറ്റപ്പ് എന്റെ ഫ്രണ്ടും ആയിട്ടാണ് കൂടുതൽ സത്യത്തിൽ ഇവിടെ കൂട്ടുകാരായിട്ടാണ് സംസാരിച്ചത്. പിന്നെ കുറച്ചേരം സംസാരിച്ചു പോയി. പിന്നെ എന്തുവായിരുന്നു പോയി വീട്ടിൽ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായെന്ന് പറഞ്ഞു. പിന്നെ എന്താ പെണ്ണ് കാണലിന് വരാനായി. ചേട്ടന് ടൈം ഇല്ലായിരുന്നല്ലേ? എനിക്ക് ടൈമില്ലായിരുന്നു, കാരണം ഞാൻ പോകാൻ ടൈം ആയിരുന്നു. ഒരാഴ്ചയും കൂടെ കഴിഞ്ഞ് ഞാൻ തിരിച്ചു കയറി വരുമായിരുന്നു. പിന്നെ വീട്ടിലൊക്കെ പറഞ്ഞു. ഞാനും അമ്മയും വല്യച്ഛനും വല്യമ്മയും മാമൻ്റെ മോനും എല്ലാം കൂടെ പെണ്ണ് കാണാൻ പോയി. ഒക്കെയാണ് അവിടെ റിലേറ്റീവ്സ് എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ പെണ്ണ് കണ്ടിട്ട് പോയി. അത് കഴിഞ്ഞിട്ടാണ് പ്രശ്നങ്ങൾ. അതുവരെ ഒക്കെയാണ്, അതുവരെ സീൻ ഒരു കുഴപ്പമില്ല. പിന്നാണ് പ്രശ്നങ്ങളുടെ ഒരു തുടക്കമായിരുന്നു. സത്യത്തിൽ ഇത് എൻഗേജ്മെന്റ് വരെ ആവുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചല്ലോ. കാര്യ വരാനുള്ളത് ഒരിക്കലും വഴിയിൽ തങ്ങത്തില്ല. അത് വരിക തന്നെ ചെയ്യും. ഈ കണ്ട ശനി കൊണ്ടേ പോകുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അങ്ങനെ പിന്നെ രാധു